ഹേ ഓൾ വെൽക്കം ടു അനദർ വീഡിയോ. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതിന് മാത്സിൻ്റെ എക്സാം എങ്ങനെ പോയിട്ടുണ്ടെന്നായിരുന്നു. ആൻഡ് ആൾസോ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് മാത്സിൻ്റെ എക്സാം എങ്ങനെ പോയെന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ മാത്സിൻ്റെ എക്സാം നല്ല പാടായിരുന്നു. ടു ബി ഹോണസ്റ്റ് എന്ന് വെച്ചാൽ മാത്സ് ഞാൻ എടുത്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് മാത്സ് ആയിരുന്നു ആൻഡ് ബേസിക്കും ഉണ്ട്. ഞാൻ ബേസിക്കിൻ്റെ പേപ്പർ കണ്ടിട്ടുണ്ടായിരുന്നു, അത് നല്ല ഈസി ആയിരുന്നു. ജനറലി പറയുകയാണെങ്കിൽ അത് നല്ല ഈസി ആയിരുന്നു. ആൻഡ് NCERT തന്നെയാണ് മോസ്റ്റ് പ്രോബബ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതും. പക്ഷേ സ്റ്റാൻഡേർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ സെറ്റ്സും ഡിഫറെൻ്റ് ആയിരുന്നു, ഡിഫിക്കൽട്ടും ആയിരുന്നു. ആൻഡ് ഞാനിപ്പം തെലങ്കാനയിലാണ് പഠിക്കുന്നത്. സോ എൻ്റെ ഇവിടുത്തെ സെറ്റും കൊള്ളത്തില്ലായിരുന്നു. ആൻഡ് നാട്ടിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ എക്സാം പോയെന്ന്. അപ്പം മൊത്തത്തിലുള്ളൊരു സ്റ്റാൻഡേർഡിൻ്റെ പേപ്പർ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് എനിക്ക് കിട്ടിയ സെറ്റ് എല്ലാ വട്ടവും എക്സാമിന് കിട്ടുന്നത് എനിക്ക് ഡിഫിക്കൽട്ടാണ്. എൻ്റെ സെറ്റ് എനിക്ക് എന്താ അങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും എനിക്കതെല്ലാം മാത്സും ഞാൻ എഴുതിയിട്ടുണ്ട്, നല്ലതായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ മാത്സിൻ്റെ വന്നിട്ട് എനിക്കറിയില്ല ഞാൻ എങ്ങനെ പറയണമെന്ന്. ബിക്കോസ് ഞാൻ ആ ഒരു സമയത്ത് നമ്മളിപ്പോൾ എഴുതുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും എന്താ വിചാരിക്കുന്നത്, ഈ ആൻസർ കറക്റ്റ് ആയിരിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ തെറ്റുകൾ വരും. ആൻഡ് എനിക്ക് MCQസിൽ പോയിട്ടുണ്ട്, ബാക്കി കുറേ എണ്ണത്തിലും പോയിട്ടുണ്ട്. അപ്പം എനിക്കറിയില്ല എൻ്റെ മാത്സ് എങ്ങനെ ആയിരിക്കും ഇനി വരുന്നത്. ആൻഡ് ആൾസോ ഞാനൊരു ടോപ്പർ സ്റ്റുഡൻറ്റ് ഒരിക്കലല്ല, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. ആൻഡ് എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റിൽ എനിക്ക് കുറച്ച് നല്ല മാർക്ക് കിട്ടും. ബിക്കോസ് എനിക്ക് ആ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് മാത്രം. ആൻഡ് എനിക്കിതൊക്കെ കാരണം എനിക്ക് ശരിക്കും ഈ ഒരു വീഡിയോ ഇടാതെ തന്നെ എനിക്ക് ടെൻഷൻ അടിച്ചിട്ടാണ്. ലൈക്ക് എനിക്ക് മാത്സിൻ്റെ എക്സാം ആകുമ്പോൾ ഭയങ്കര ടെൻഷനുണ്ട്. ബിക്കോസ് എനിക്ക് ഒരിക്കലും ഇല്ലായിരുന്നു ലൈക്ക് ഇത്രയും പാട് വരുമെന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും എനിക്ക് ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ പാട് വരും, പാടായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഹാർഡ് ക്വസ്റ്റ്യൻസ് വരും. പക്ഷേ ഇത്രയ്ക്ക് ഹാർഡായിരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ആൻഡ് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ലൈക്ക് മാത്സിൻ്റെ എക്സാം ഓൾറെഡി കഴിഞ്ഞ് ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം AIക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാം, പെർസെൻറ്റേജ് കൂട്ടാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നന്നായിട്ട് തന്നെ പഠിക്കണം AI. ആൻഡ് AI അത്ര പഠിക്കാനൊന്നും ഇല്ല, എന്നാലും ജസ്റ്റ് ചുമ്മാ ലൈക്ക് നമ്മുടെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. ലൈക്ക് എന്നും പഠിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ 2-3 ദിവസമായിട്ട് ഞാൻ പഠിക്കുന്നില്ല AI, ബിക്കോസ് എനിക്ക് അങ്ങോട്ട് പഠിക്കാൻ തോന്നുന്നില്ല. ആൻഡ് ഇനി എനിക്ക് പഠിച്ചു തുടങ്ങണം. ആൻഡ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, പ്രശാന്ത് സാറിൻ്റെ പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ലൈക്ക് AIൻ്റെയും ITൻ്റെയും സ്ട്രാറ്റജീസ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷനിൽ AIൻ്റെ കംപ്ലീറ്റ് നോട്ട്സ് ഇട്ടിട്ടുണ്ട്, തിയറിയും ആൻഡ് ആൾസോ MCQസും ക്വസ്റ്റ്യൻസും കുറേ ഇട്ടിട്ടുണ്ട്. സോ അത് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും, ലൈക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് കിട്ടും. സോ നിങ്ങളത് വേണമെങ്കിൽ പോയി നോക്കുക, ബിക്കോസ് എനിക്ക് കുറച്ച് ഹെൽപ്ഫുള്ളായി തോന്നിയതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത് പറഞ്ഞതാണ്. ആൻഡ് എൻ്റെ നോട്ട്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, ലൈക്ക് എൻ്റെ സ്കൂളിലത്തെ നോട്ട്സ്. ആൻഡ് ഇനി എൻ്റെ അകത്ത് കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, ബിക്കോസ് നമ്മൾ റണ്ണിങ് ഹാൻഡ്സിൽ എഴുതുന്നതാണ്. ആൻഡ് സാർ പറയുമ്പോൾ തന്നെ എഴുതുന്നതുകൊണ്ട് തന്നെ മേ ബി ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, ഇല്ല എന്നാണ് തോന്നുന്നത്. ഞാൻ ഈ നോട്ട്സ് ഇടുമ്പം എനിക്ക് ഇത്ര ടോപ്പിക്സേ പഠിപ്പിച്ചിട്ടുള്ളൂ. എനിക്കറിയില്ല നിങ്ങൾക്ക് ഇതിനേക്കാളും പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന്. ഇപ്പം ഇതിനേക്കാളും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ബിക്കോസ് ഞങ്ങൾക്ക് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ആൻഡ് എനിക്കെപ്പോഴും എക്സാംസിന് ഇത്രയൊക്കെ ചോദിക്കാറുള്ളൂ. സോ ഐ ആം ഫോളോയിങ് ദിസ് നോട്ട്സ് ഒൺലി. ആൻഡ് ഞാൻ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ. സോ ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഫോളോ. പിന്നെ എനിക്കാണെങ്കിൽ മാത്സിൻ്റെ ക്യാപ് ഡേയ്സിന് കുറേ ഐഡിയാസ് ഉണ്ടായിരുന്നു, ലൈക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, ലൈക്ക് വീഡിയോസൊക്കെ കുറച്ചും കൂടെ നല്ലതായിട്ട് ചെയ്യണം എന്നൊക്കെ. പക്ഷേ എനിക്ക് ആ ഒരു സമയത്ത് എടുക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു AIൻ്റെ ക്യാപ്പ് അത്യാവശ്യം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് എടുത്തിട്ട് വീഡിയോസൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അധികം എഡിറ്റിംഗ് ഒന്നും ചെയ്യാറില്ല, ബിക്കോസ് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് തന്നെ. ആൻഡ് ഇപ്പോൾ നമുക്ക് ഇത് സമയമുണ്ടല്ലോ, ലൈക്ക് AIക്ക് അത്ര പഠിക്കാനില്ല, എന്നാലും സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു എഡിറ്റിങ്ങിലും കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്നൊക്കെ. അപ്പം നല്ല വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ആൻഡ് നിങ്ങൾ ഏതാണോ ഓപ്റ്റ് ചെയ്തത്, ലൈക്ക് ബേസിക് ആണോ സ്റ്റാൻഡേർഡ് ആണോ? ആൻഡ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് പേപ്പർ എങ്ങനെയുണ്ട്, ആൻഡ് ബേസിക് ആണെങ്കിൽ ബേസിക്കിൻ്റെ പേപ്പർ എങ്ങനെയുണ്ട്? ആൻഡ് സ്റ്റാൻഡേർഡ് പ്രോബബ്ലി ടഫ് ആയിരിക്കും എന്ന് തോന്നുന്നു. ആൻഡ് ബേസിക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു, ലൈക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതനുസരിച്ച് കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.